കടുവകളുടെ എണ്ണം എടുക്കാനായി ബോണക്കാട് വനത്തിൽ പോയ വനിതാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയടക്കം 3 പേരെ കാണാനില്ല. പാലോട് റേഞ്ച് ഓഫീസിലെ വനിതാ ഫോറസ്റ്റർ വിനീത, BFO രാജേഷ്, വാച്ചർ രാജേഷ് എന്നിവരെയാണ് കാണാതായത്. ഇന്നലെ രാവിലെയാണ് ഇവർ ഉൾവനത്തിലേക്ക് പോയത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടുവകളുടെ കണക്കെടുക്കാനായി പോയതാണ്. അപ്പോൾ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇവരെ ബന്ധപ്പെടാനുള്ള ഒരു മാർഗവുമില്ല. എന്താണ് ഇപ്പോൾ വനം വകുപ്പ് നൽകുന്ന വിവരങ്ങൾ? ഈ കേരള തമിഴ്നാട് അതിർത്തി മേഖലയോട് കൂടിയൊരു സ്ഥലമാണ് ഈ ബോണക്കാട്. ഉൾവനമാണ്. വന്യജീവികളുടെയൊക്കെ സ്ഥിരം സാന്നിധ്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ കടുവകളുടെ കണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 1-ാം തീയതി മുതൽ ആരംഭിച്ചതാണ്. അത് രാജ്യവ്യാപകമായ അത്തരത്തിൽ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ്. അതിന്റെ ഭാഗമായാണ് ഈ 3 പേരെയും ഇതിന്റെ തെരച്ചിലിനും മറ്റു വിവരങ്ങൾക്കുമായിട്ട് വിടുകയും ചെയ്തിരുന്നത്. അവരെ കുറിച്ചാണ് വിവരം ലഭിക്കാത്തത്. ആദ്യഘട്ടം ലഭിച്ച വിവരം അനുസരിച്ച് ഇന്നലെ രാവിലെ പോയതെന്നാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രാവിലെ പോയതിനു ശേഷം അവർ ഉച്ചയോടുകൂടി അവിടെ ഒരു ക്ലവൻ തോട്ടം എന്ന് പറയുന്ന ലോക്കലിലുള്ള ഒരു ഏരിയ ആണ്, അവിടെ എത്തിയിരുന്നു. അവിടെ എത്തി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കുപ്പിവെള്ളവുമായി അകത്തോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് അവരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ചില സംവിധാനങ്ങളുണ്ട്. അതിന്റെ ഒരു സാറ്റലൈറ്റ് സംവിധാനമാണല്ലോ ഉള്ളത്. ആ സംവിധാനത്തിൽ പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ മന്ത്രിയുടെ ഓഫീസും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇതിന്റെ ചാർജ് തീർന്നു പോയി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും സംഭവിച്ചതാവാം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷേ DFOയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സംഘം എത്തിയിരുന്നു. അവർ ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ഇത് അത്ര എക്സ്പീരിയൻസ് അല്ലാത്ത ആളുകൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ സ്ഥലത്തെ കുറിച്ച് അത്ര ലൊക്കേഷൻ അറിയാലോ. ഒരു തവണ കാടാണ്, നമുക്കറിയാം. ഒരു തവണ ഒന്ന് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ എക്സാക്ട് വിവരം അറിയില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ കിടന്ന് കറങ്ങിയുള്ളൂ. ഒരുപക്ഷെ ഉൾവനത്തിലേക്കൊക്കെ കൂടുതൽ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇതിന്റെ അന്വേഷണം നടക്കുകയാണ്. വൈകാതെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തത്.